നമസ്കാരം, ഞാൻ രവീന്ദ്രനാശാൻ. ഇന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അഞ്ചിതൾ ചെമ്പരത്തി എന്ന നാട്ടു ചെമ്പരത്തിയെക്കുറിച്ചാണ്. പൂജാപുഷ്പമായും അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും ഉപയോഗിച്ചിരുന്ന അഞ്ചിതൾ ചെമ്പരത്തി പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുമായിരുന്നു. ഇന്ന് അത്ര സുലഭം അല്ല. 300 അംഗങ്ങളുള്ള മാൾവസേസിയെ കുടുംബാംഗമായ നാട്ടു ചെമ്പരത്തിയുടെ ശാസ്ത്രനാമം ഹിബിസ്കസ് റോസ സൈനോസിസ് എന്നാണ്. പേരിൽ ഒരു ചൈന ഉണ്ടെങ്കിലും അഞ്ചിതൾ ചെമ്പരത്തിയുടെ സ്വദേശം ഭാരതം തന്നെയാണ്. ഇത് സ്വാഭാവികമായ ഒരു സസ്യമല്ല എന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ഇംഗ്ലീഷിൽ ഷൂ ഫ്ലവർ പ്ലാന്റ് എന്നും സംസ്കൃതത്തിൽ രുദ്രപുഷ്പം എന്നും അറിയപ്പെടുന്നു. ഇരുമ്പ് തുടങ്ങിയവയുടെ സാന്നിധ്യമാണ് ചെമ്പരത്തിക്ക് പല വിധത്തിലുള്ള നിറം ലഭിക്കുന്നത്. നാടൻ ചികിത്സയിൽ മുറിവുണങ്ങുവാനും ചുമ, പനി, പ്രമേഹം, ബാക്ടീരിയയും ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്നിവയെ പരിഹരിക്കുന്നതിനും മുടി കൊഴിച്ചിലിനും അലർജി, ഹൃദ്രോഗം, വിഷം തുടങ്ങിയവയ്ക്കും ഔഷധമായി ചെമ്പരത്തിയെ ഉപയോഗിച്ചു വരുന്നു. ഫ്ലവനോയിഡ്, ടാനിൻ, ടെർപ്പനോയിഡ്, സാപ്പോണിൻസ്, ആൽക്കലോയിഡ് തുടങ്ങിയ അനേകം രാസ സംയുക്തങ്ങൾ ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ, കാൽസ്യം, ഫൈബർ, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയവയും വൈറ്റമിൻ എ, ബി തുടങ്ങി മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ പോഷകങ്ങളും ധാരാളമായി ചെമ്പരത്തിയിൽ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റിപൈററ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫെർട്ടിലിറ്റി എന്നീ ഗുണങ്ങൾ ചെമ്പരത്തിക്കുള്ളതായി ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ചെമ്പരത്തി പൂവിൽ ആൻറ്റി ഫെർട്ടിലിറ്റി ഗുണം വിൻ്ററിൽ വളരെ കൂടുതലായിരിക്കും, സമ്മറിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഏത് ഔഷധമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അതിനനുസരിച്ച് വേണം ഏത് സീസണിൽ ചെമ്പരത്തി പൂ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ചുവന്ന നാട്ടു ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ നാരങ്ങ നീര്, ഇഞ്ചിരസം, കൽക്കണ്ടം, തേൻ എന്നിവ ചേർത്ത് ടോണിക് ഉണ്ടാക്കി ദിവസം 5 മില്ലി വീതം രാവിലെയും വൈകുന്നേരവും സേവിച്ചാൽ ഹൃദ്രോഗം, അലർജി തുടങ്ങിയവ നിശേഷം മാറിപ്പോകുന്നതാണ്. വെരിക്കോസിനും ശമനം ഉണ്ടാകുന്നതാണ്. വെള്ളപ്പോക്ക് നിശേഷം ശമിക്കുന്നതാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനായി ഈ ടോണിക്കിന് അപാരമായ ശേഷി ഉണ്ട്. നിറം വർദ്ധിപ്പിക്കും, നല്ല വെളുത്ത നിറം ലഭിക്കും. നാടൻ ചെമ്പരത്തി പൂവിൻ്റെ 10 ഇതളുകൾ, അല്പം ഇഞ്ചി, അല്പം നാരങ്ങ, 2 ഗ്രാം മഞ്ഞൾ എന്നിവ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണമാക്കിയാൽ ഏത് വിധത്തിലുള്ള അലർജിയും മാറിപ്പോകുന്നതാണ്. താരൻ പോലുള്ള അസുഖങ്ങൾക്ക് ഉത്തമമായ താളിയായി ചെമ്പരത്തിയെ ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പരത്തി പൂവ് കൊണ്ട് പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി നമ്മൾക്ക് സേവിക്കാൻ കഴിയുന്നതാണ്. ഗർഭിണികൾ, ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെമ്പരത്തി പൂവ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഈ ചെറിയ അറിവുകൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ചെമ്പരത്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.